ഞങ്ങള് പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. രണ്ടുപേരും ഒഫീഷ്യലി ഡിവോഴ്സ് ആയി. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങള് 2 പേർക്ക് ഒന്നിച്ചു പോവാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഒരിക്കലും നിങ്ങളാരും അവളെന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ അടി, പ്രശ്നങ്ങള്, വഴക്കുകള്, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും വിവാദം ഉണ്ടാക്കിയിട്ടും മുന്നിക്ക് പോകാൻ താല്പര്യം. ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടും ആലോചിക്കണായിരുന്നു. ജാതകത്തിൽ തന്നെ ഉണ്ട് ചേരാൻ പാടില്ല ചേരില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ചേരുന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കണം അല്ലേട്ടാ. നാട്ടുകാരങ്ങനൊന്നും അല്ല പറയുന്നത്. പെട്ടെന്ന് കൂളാവും. ഞങ്ങൾ വിശ്വസിക്കാമോ? ഞങ്ങൾ വഴക്കിട്ടാലും പെട്ടെന്ന് ഞങ്ങള് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ എല്ലാണ്ട് നീണ്ടു പോലെ. അത് സംശയമില്ലാത്ത കാര്യം. എന്താ അല്ല, ഇവര് പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തെ പറ്റി സംശയിക്കേ വേണ്ടത്. ചാനൽ തന്നെയായിരുന്നു അത്. എന്തോ പൊട്ട ബുദ്ധിക്ക് ഉടനെ തുടങ്ങും. ഓഹോ, ഇവിടെ നമ്മൾ തമ്മിൽ എന്നോടല്ലേ ചോദിക്കണേ? അപ്പൊ എനിക്ക് മറുപടി പറഞ്ഞൂടെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഫോണിലേക്ക് ഇതാക്കി കൊടുത്ത. കാരണം എല്ലാ ചാനലും കൂടെ എന്റെ ഫോണിൽ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൾ കൊടുത്താണ്. ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റിവെച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. യൂട്യൂബിൽ നിന്ന് സംഗതി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതാണ് എന്റെ മനസ്സിരിപ്പല്ലേ. വീഡിയോസ് ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല. ഉണ്ടാക്കിയത് നമ്മളെല്ലാരും കൂടി നിന്നിട്ട് ഉണ്ടാക്കിയതല്ലേ. വീഡിയോസ് അപ്പൊ മാത്രമേ എന്റെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങ് ജീവിച്ചു പോകാൻ പറ്റും. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. രണ്ടുപേരും ഒഫീഷ്യലി ഡിവോഴ്സ് ആയി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കിൾ. അതെ, വരണമെന്നില്ല.